നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്, അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെയാണ് വലിയ ചർച്ചയാവുന്നത്. ഇന്നിപ്പോൾ രാവിലെ പത്തനംതിട്ടയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് വളരെ നാടകീയമായി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ വിഷയമാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം പരിശോധിക്കുന്നത്. നിഷാദ്, അതായത് വളരെ അസ്വാഭാവികതയും അസാധാരണത്വമൊന്നും ഇല്ലാത്ത ഒരു കേസ്, അതിൽ ഇത്ര അദ്ദേഹം വീട്ടിലുണ്ടെന്ന് അറിയുന്നു, ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ അവിടെ എത്തുന്നു, വീട് വളയുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇത്രത്തോളം ഒരു നാടകീയമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതെ ജിൽസി, ഈ സംഭവം രാവിലെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത അസാധാരണത്വം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന 100,000 മാർച്ചുകളിൽ ഒന്നിലൊന്നാണ് ഏതാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള ഒന്ന്. അതിൻ്റെ നേതാവായിട്ടുള്ള ആൾക്കെതിരെ സ്വാഭാവികമായിട്ടും കേസുണ്ടാവും. വി ഡി സതീശനാണ് തോന്നുന്നത് ഒന്നാം പ്രതി. അപ്പോൾ കേസുണ്ടാവുകയും പോലീസ് ചാർജ് ഇടുകയും സാധാരണയിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുക, അറസ്റ്റ് രേഖപ്പെടുത്തുക പോലുള്ള സംഗതികളാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തു പോരുന്നത് കണ്ടിട്ടുള്ളത്, അല്ലാത്ത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് രാവിലെ 10-20 ദിവസം തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്ന ഒരു നേതാവ് അടൂരിൽ അയാളുടെ വീട്ടിൽ പോയപ്പോൾ അയാളുടെ വീട്ടിലുണ്ട് എന്ന രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി അയാളെ പുലർച്ചെ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിക്രിയ എന്തിനാണ് പോലീസ് ചെയ്യുന്നതെന്നുള്ള അത്ഭുതം തോന്നുകയാണ്. സാധാരണ ഇത്തരം പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റുകളുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രതികളെല്ലാം ഇങ്ങനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുക എന്ന രീതിയൊന്നും അവലംബിക്കാറില്ല. ഒരു പക്ഷേ പൊതുവെ രാഷ്ട്രീയ പ്രതിഷേധങ്ങളോട്, പ്രതിപക്ഷ പ്രതിഷേധങ്ങളോട് ഈ സർക്കാർ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനം നമുക്കറിയാം. പരമാവധിയിലേക്ക് പോവുക എന്നത് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം വിമാനത്തിനകത്ത് മുഴക്കിയ ആളുകൾക്കെതിരെ വധശ്രമ കേസാണ് ഈ സർക്കാർ ഇട്ടത് എന്ന് നമുക്കറിയാം. ഇതിനു മുമ്പും പല നേതാക്കളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാലോ, ഈ അരുവിക്കരയിലെ MLA ആയിരുന്ന ശബരിനാഥനെതിരെ ഒരു കേസെടുക്കുകയും കോടതി സർക്കാരിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു, പോലീസിനെ. അപ്പം ഇങ്ങനെ രാഷ്ട്രീയ പ്രതിഷേധങ്ങളെ പരമാവധിയിലേക്ക് കൊണ്ടുപോവുക, അത് ഭീകരതയാണ് എന്ന് പറയുക, അവർക്കെതിരെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ആക്രമണങ്ങളെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുക പോലെയുള്ള വിചിത്രമായ സമീപനങ്ങൾ സർക്കാരിനുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വേണമെങ്കിൽ ഇതിനെ എടുക്കാം. ഇത് പക്ഷേ എന്തിനാണെന്നുള്ള സംശയം നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? കാരണം ഇതിൻ്റെ ഗുണഭോക്താവാരാണ്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനുശേഷം നടത്തിയിട്ടുള്ള സമരങ്ങളുടെ പേരിലാണ് ഈ കേസ് എടുക്കുന്നത്. ഇന്നിപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ കേരളം ഒട്ടാകെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് യൂത്ത് കോൺഗ്രസ് നടത്തി. അവരുടെ സംഘടനാ സംവിധാനം മുഴുവനും ഉണർന്നുകൊണ്ട് ഒരു ഭയങ്കര വീര്യം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. പ്രതിപക്ഷത്തിന് ഇതൊന്നും ചെയ്യാൻ ശേഷിയില്ലെന്നും, പ്രതിപക്ഷം ഒരു എന്താ പറയുന്നത് അങ്ങേയറ്റം ഒരു മരച്ച അവസ്ഥയിലാണെന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം വളരെ ഉണർന്ന് പെർഫോം ചെയ്യുന്നതിൻ്റെ കാഴ്ച ഇന്ന് കാണുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്, കേസുകളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇരുട്ടിൽ അദ്ദേഹത്തെ നിർത്താമെന്ന് ഒരു വശത്തൂടെ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അയാൾക്ക് രാഷ്ട്രീയമായ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു ആക്ടിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാളുടെ പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ആർജവത്തോടെ, കൂടുതൽ എന്താ പറയുന്നത്, നായക പരിവേഷത്തോടെ അയാൾ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ആ സഹായം ചെയ്തു കൊടുക്കുന്നത്? രാഷ്ട്രീയമായി ചിന്തിക്കും നമുക്ക് തോന്നുമല്ലോ. എനിക്ക് തോന്നുന്നു ഇന്ന് വേറെന്തോ ഒരു കവറപ്പ് സ്ട്രാറ്റജിയുടെ പ്ലാനാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ഇതിപ്പോൾ ഇടുക്കിയിൽ ഗവർണർ പോകുന്നുണ്ട്. ഇടുക്കിയിൽ ഗവർണർ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയാണ്. അവിടെയും ഗവർണർ പോയിട്ട് എന്തെങ്കിലും ഷോ കാണിക്കാൻ, സാധാരണ പരമാവധി ഷോ ഗവർണർ കാണിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് അറ്റൻഷൻ കൊണ്ടുപോകാനുള്ള, അവിടെ പോയി ഇയാൾ എന്തെങ്കിലും ഷോ കാണിക്കുക, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, പിന്നെ അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങളെല്ലാവരും കൂടി പോവുക, അയാളുടെ ബൈറ്റ് എടുക്കുക, അതിനുള്ള കൗണ്ടർ ബൈറ്റ് എടുക്കുക. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ചെയ്ത ഒരു വേണ്ടാത്ത പണിയെന്നാണ് എനിക്ക് തോന്നുന്ന ഒന്ന് ഇത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അയാൾ പ്രസിഡൻ്റായപ്പോൾ നമ്മളോട് സംസാരിച്ചു. ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ എഴുതുകയും ചാനൽ ചർച്ചകളിൽ മാത്രം പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് തെരുവിലേക്ക് ഒരു നേതാവ് നിലയ്ക്ക് എന്തുമാത്രം വരാൻ കഴിയുന്നു. അയാൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അറസ്റ്റ് വരിക്കുന്നു, അയാൾക്ക് വേണ്ടി അയാളുടെ സംഘടന ആകെ തന്നെ ഇന്നിപ്പോൾ പ്രതിഷേധിക്കുന്നു. അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ഈ അറസ്റ്റൊന്നും എന്തായാലും ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനൊന്നും പോകുന്നില്ല. അയാളെ സംബന്ധിച്ച് അയാൾ വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോരും. പക്ഷേ അയാളുടെ കരിയറിൽ ഉണ്ടാക്കി കൊടുത്തിരുന്ന നേട്ടം ചെറുതല്ല. അയാളുടെ സംഘടനയിലെ ആളുകളുടെ വിശ്വാസം ആർജിക്കുന്നു, സംഘടനയിലെ ചെറുപ്പക്കാരുടെ പ്രതീക്ഷയുള്ള നായകനാകുന്നു എന്ന നിലയ്ക്കുള്ള അയാൾക്ക് ആ നിലയ്ക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. CPMൻ്റെ സർക്കാർ എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ള സംശയമേ നമുക്ക് ബാക്കിയുള്ളൂ. ഈ പറഞ്ഞ സംഗതി ഉണ്ട് കേട്ടോ, സമരത്തെ സമീപിക്കുന്ന രീതി, പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റുകളെ, പ്രതിപക്ഷ പ്രതിഷേധത്തെ സമീപിക്കുന്നത് പരമാവധിയിലാകാം എന്ന സമീപന രീതി കുഴപ്പമുള്ളതാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതുമാണ്.
ദൗസൻ എന്താ തോന്നുന്നത്? അതായത് ഇത് നമുക്കറിയാവുന്നതാണ്, ഒരു പൊളിറ്റിക്കൽ ഒപ്പണൻറ്റിനെ നേരിടുമ്പോൾ അയാൾക്ക് പരമാവധി ഒരു എഡ്ജ് കൊടുത്തുകൊണ്ട്, അതും വളരെ സാധാരണമായ ഒരു കേസിൽ എഡ്ജ് കൊടുത്തുകൊണ്ട്, അതൊരു രാഷ്ട്രീയ ബാലപാഠമാണല്ലേ, നമ്മൾ അത്രയും ചിന്തിക്കാതെ ചെയ്തൊരു പ്രവൃത്തിയാണെന്ന് കരുതാൻ പറ്റില്ല. അപ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടെന്നാണോ? അല്ല, മറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഇടുക്കിയിലെ കാര്യം നിഷാദ് പറഞ്ഞല്ലോ, ഇടുക്കിയിൽ നിന്ന് LDF ആണ് ഹർത്താൽ നടത്തുന്നത്. അപ്പോൾ അത് LDF സംബന്ധിച്ച് ആ ഹർത്താലാകട്ടെ ഇടുക്കിയിലെ ജനങ്ങളുടെ ഒരു പ്രശ്നം മുൻനിർത്തിയിട്ടാണ്. വളരെ ജെന്യൂനായുള്ള കാര്യമാണ്. ഭൂപതിവ് ചട്ട ഭേദഗതിയാണ്, ഭേദഗതി നിയമസഭ പാസ്സാക്കുന്നു, ഏകകണ്ഠമായിട്ടാണ് പാസ്സാക്കുന്നത്. ആ ഭേദഗതി നിയമം ഇദ്ദേഹം കൈവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കിയിൽ അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നം ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട ദിവസമാണ് ഇന്ന്, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അവർ ഹർത്താൽ നടത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹർത്താൽ അത് കവറപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊന്ന് സർക്കാരിന് തന്നെയാണ്, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് തന്നെയാണ് അതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോയ സ്ട്രാറ്റജിയാണ് നമ്മൾ കാണുന്നത്. അത് അങ്ങനെയാണെങ്കിൽ, പക്ഷേ എനിക്ക് തോന്നുന്നു അതുമല്ല. ഇപ്പോൾ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിനെതിരെ ഏറ്റവും അധികം ഉന്നയിക്കപ്പെട്ട വിമർശനം എന്താണ്? അദ്ദേഹത്തിൻ്റെ തന്നെ ആളുകൾ ഉന്നയിക്കപ്പെട്ട വിമർശനം എന്താണ്? പാർട്ടിയിൽ ഉള്ള ആളുകൾ, മുന്നണിയിലുള്ള ആളുകൾ, CPM വേണ്ടി, പിണറായി വിജയന് വേണ്ടി ഭക്തി സാഹിത്യം സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുന്ന ആളുകൾ, അവർ പോലും പറഞ്ഞ കാര്യമാണ് പോലീസിന് മേൽ പിണറായിക്ക് നിയന്ത്രണമില്ല എന്നുള്ളത്. ഇത് നിശ്ചയമായും കോൺഗ്രസ്സിന് ഊർജ്ജം നൽകുന്ന, UDFന് ഊർജ്ജം നൽകുന്ന, രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഊർജ്ജം നൽകുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലെ ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ആ ഒരു നിഴലിൽ നിൽക്കുന്ന, അതിൻ്റെ കേസുകൾ നേരിടുന്ന ഒരാളാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഇതിൻ്റെ ഔട്ട്കം എന്താണ്? ഇതിൻ്റെ നഷ്ടം CPM-നാണ്, LDF-നാണ്, സർക്കാരിനാണ്, പിണറായി വിജയനാണ്. ഇതിൻ്റെ നേട്ടം രാഹുൽ മാങ്കൂട്ടത്തിനാണ്, കോൺഗ്രസിനാണ്, UDF-നാണ്. ശരി, അതാണ് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ സമരങ്ങളോടുള്ള നിലപാട് എന്താണെന്നുള്ളൊരു ചോദ്യം കൂടി വരികയാണ്.